അല്ല എന്തല്ലോ കംപ്ലൈൻറ്റ് ഉണ്ട് ചെയ്യുന്നുണ്ട്. അതുണ്ടെങ്കിലും ഉണ്ടാകാതെ നിങ്ങൾക്ക് പിറ്റേ തന്നെ ഇവിടെ വന്നിട്ട് കാണിക്കാമല്ലോ, റെഡിയാക്കി കാണിച്ച്. ഇതിപ്പോൾ നമുക്ക് ഏരിയുന്നുണ്ട് നിങ്ങളെ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ മനസ്സിലാവുന്നില്ല. അങ്ങനെ കൂട്ടി എനിക്ക് വരാം. ഇവിടെ വർക്കെടുത്തിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് ഏരിയുന്നില്ല. നമുക്ക് എന്തെങ്കിലും പിന്നെ ഇവിടെ വരാമല്ലോ. പുറത്ത് ചെയ്യാം. ഒരു മാസം 47 ഡെസ്റ്റിനി 47-18 അതേട്ടാ ടെസ്റ്റ് ചെയ്യില്ലേ പുറത്ത് പൊട്ടിക്കില്ല. പക്ഷേ ഇല്ല അത് കാണിച്ചു കണ്ടടി പോയിട്ട് പൊട്ടിയത്. വണ്ടി പ്രശ്നമില്ല അല്ലേ? ലോറി വന്നാലും വലിയ വണ്ടി ഒന്നും ഇവിടെ പോകില്ലാന്ന് തോന്നുന്നു. വണ്ടിയിൽ തലോടി കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ പൈസ ചിലവാണ്. അത്യാവശ്യം സർവീസും പിന്നെ ഒരുപാട് റേസിങ്ങിലൊന്നും പോകരുത്. സ്പീഡിൽ പോയി കഴിഞ്ഞാൽ വണ്ടിക്ക് ഓരോ എൻജിൻ പാർട്സിനും ഇങ്ങനെ നമുക്ക് കൊടുത്ത പൈസ മുതലാക്കണ്ടല്ലോ. ഈ ഒരു ബോൾട്ട് ഇതിൻ്റെ ഉള്ളിലൊരു ബോൾട്ട് പൊട്ടി. ഇതിൻ്റെ ഉള്ളിലൊരു ബോൾട്ട് പൊട്ടി. ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ പൊട്ടിയത്? ഇത് പുറത്തുനിന്ന് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ വണ്ടി? പുറത്ത് മറ്റേ ഇവിടെ ഷോറൂമിലാണ് കൊടുത്തത്. പാനൂർ ഹീറോ ഷോറൂമില്ല, അവിടെ കൊടുത്തത്. ഓലന്ന് ബ്രഷ് മാറ്റി, കാർബൺ ബ്രഷ്. എന്നിട്ട് അവരെന്ത് ചെയ്ത് ഈ ഒരു ബോൾട്ട് ഇല്ലാണ്ട് ഈ അറുത്ത് ഇവിടെ കൊടുത്തിട്ട് സെറ്റ് ചെയ്തു. ഈ അറുത്ത് ഇവിടെ താഴെ വേണ്ടേ അവർ മേലെ കൊടുത്തത്. അതുകൊണ്ടാണ് ബോൾട്ട് പൊട്ടിയത്? അല്ലല്ല, ബോൾട്ട് അയക്കുമ്പോൾ മുട്ടിപ്പോയിട്ട് അവർ ഒറ്റ ബോൾട്ട് കൊടുത്തു. ആ കറക്റ്റ് സ്ഥലത്ത് കിട്ടാത്തത് അഴിക്കുമ്പോൾ പൊട്ടിയല്ലേ? അതിന് മുന്നേ പൊട്ടിയായിരിക്കില്ലല്ലോ. അയക്കുമ്പോൾ മുട്ടാണ് ഞാൻ. ഇപ്പം എന്താ ചെയ്യേണ്ടത്? ഇത് ഇഞ്ചിൻ അയച്ചിട്ട് ലൈറ്റ് കൊടുക്കണം, ബോൾട്ട് ഇതാകണം, വെൽഡ് ചെയ്യണം. ഡ്രില്ല് ചെയ്തിട്ടോ അല്ലെങ്കിൽ വെൽഡ് ചെയ്തിട്ടോ അയച്ചു കൊടുക്കണം. എങ്ങനെയാണ് അതിൻ്റെ ചിലവ് എങ്ങനെ ഉണ്ടാവുക? അതൊരു കറക്റ്റില്ല. ഇതിങ്ങനെ തന്നെ ഇഞ്ചിൻ കൊണ്ടുപോകാൻ പറ്റൂല. ഈ ഒരു പീസാക്കിയിട്ട് വേണം കൊണ്ടു കൊടുക്കാൻ. അപ്പോൾ ആ ഇഞ്ചിൻ ഫുള്ളയക്കുന്നതിൻ്റെ ലേബർ ചാർജ് വരും. അത്ര ഉണ്ടാവുക? ഇഞ്ചിൻ ഫുള്ളയക്കാൻ എത്ര ലേബർ? 4 അല്ല, മറ്റേത് മാറ്റണോ? മോട്ടറിന് സെപ്പറേറ്റ് വരുമല്ലോ. മോട്ടർ മാറ്റണം അല്ലേ? മോട്ടർ മാറ്റണോ? ഇത് എഴുതി കൊടുത്ത് ഇതാക്കണം അല്ലേ? 7000 രൂപ ടോട്ടൽ വരും അല്ലേ? ഇതിപ്പോൾ അവരോടെന്താ പറയാൻ പറ്റും? നമുക്ക് ആദ്യം കൊടുത്ത അവരില്ല എന്നല്ല പറയുള്ളൂ. അവരടുത്ത് പറ്റിയെന്ന് അറിയില്ലല്ലോ. എപ്പോൾ ശരിയായി തരുക? അവർ ഇല്ലല്ല
മാരുതിൻ്റെ സർവീസ് സെൻ്റർ സർവീസാ അത് ഓരോട് ഇതൊന്നും ചെയ്യില്ല. ഓല് മാറ്റി കൊടുത്തില്ല എന്നിട്ട് ഒരു ദിവസം അന്നേരം പറയണ്ടില്ലേ നമുക്ക് കാര്യമില്ല. ഇവരിപ്പോൾ സർവീസ് സെൻ്റർ അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് കൂടിയാ പോവുക, അതായത് ഇവരുടെ കയ്യിൽ നിന്ന് പോകുക. അതുകൊണ്ട് കൃത്യമായ കാര്യം അവർ പറയും. സ്പെയർ എന്തെങ്കിലും വെച്ചാനുണ്ടോ? ഇല്ലില്ല, ഇന്നൊക്കെ ഉറപ്പല്ല. ശനിയാഴ്ച കൊടുക്കാം. വെള്ളിയാഴ്ച അല്ല ശനിയാഴ്ച. ശനിയാഴ്ച വേറെ ചിലവൊന്നും വരുമല്ലേ? ഇല്ലില്ല, അതെൻ്റെ വലിയൊരു ചിലവല്ല. എർത്ത് നിങ്ങൾ എവിടെയാണ് മാറ്റി കൊടുത്തെന്ന് പറഞ്ഞത്? ഈ ബോൾട്ട് ഇവിടെ പൊട്ടിപ്പോയതുകൊണ്ട് അവർ ഇതിലേക്ക് കൊടുത്തതാണ്. കൊടുത്തല്ലേ? അതിപ്പോൾ അവരെ കയ്യിൽ നിന്ന് തന്നെയാണെന്നുള്ള വലിയ ഉറപ്പൊന്നുമില്ല അല്ലേ? നിങ്ങൾ വേറെ എവിടെയും കൊടുത്തിട്ടില്ലെങ്കിൽ അവരെ വേറെ എവിടെയും കൊടുത്തു. ഞാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയർ ഇതിലെല്ലാം വരുക, ഈ ക്ലിപ്പിങ്ങിലേ വരുക, ഈ താഴെയുള്ള ക്ലിപ്പിങ് നല്ല മേലേക്ക് വലിച്ചിട്ടിട്ടാണ്. അത് സർവീസ് സെൻ്റർ അല്ല ഇവരുടെ, അതും സർവീസ് സെൻ്ററാണ്. പാനൂര് അത് എല്ലാ വണ്ടിയും ചെയ്യുന്നില്ല അവിടെ. എല്ലാ വണ്ടിയും ചെയ്യുന്നില്ല. ഇപ്പം പണിയെല്ലാം കുറവാണ് അവിടെ, വണ്ടിയും കൂടും എല്ലാം കുറവാണ്. വെള്ളിയല്ല ശനി. പിന്നെ ഇതിന് ഇതുണ്ട്, ഒരു ജെർക്കിങ് ഉണ്ട്. അത് മോളെന്താണ് കഴിക്കുന്ന അല്ല കൂടെ ക്ലച്ച് സൈഡെല്ലാം സർവീസ് വരുമല്ലോ അല്ലേ? സർവീസ് ഉണ്ടാവില്ല അങ്ങനെ ഫുൾ സർവീസ് സർവീസാണ്. അതിന് പിന്നെ പൈസ പോകും. എഞ്ചിൻ്റെ വർക്ക് മാത്രമാണ് ഈ ഒരു എമൗണ്ട് പറഞ്ഞത്. ഇനി അഡീഷണൽ ആയിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ചക്കപ്പ് ചാർജ് പിന്നെ അഡീഷണൽ വർക്കിന് അതിൻ്റെ എമൗണ്ട് ഉണ്ടാവും. വേറെ ഒന്നും കാര്യം ഇതിനെ ഉൾനാട്ടില്ല. എന്നാൽ പിന്നെ ആ പ്രശ്നം മാത്രം വേറെ ഇത് റെഡിയാക്കാൻ പറ്റുമോ? അഗീൻ്റെ ക്ലാമ്പ് പറ്റാതെ മാറ്റാണ്ട് ഫ്രണ്ടായത് റെഡിയാക്കാൻ ഗവൺമെൻറ് ഞങ്ങൾ വിളിക്കല്ലോ വിളിക്കാം. നമ്പർ കൊടുത്ത നമ്പറുണ്ട്. ഇവര് സർവീസ് ഓതറൈസ്ഡ് എന്താണോ ബില്ല് കൊടുക്കുന്നത് അത് കമ്പനീൻ്റെ അക്കൗണ്ടിലാക്കുക. അതുകൊണ്ട് ഇത് ഓർക്കാൻ പറ്റുമോ? വേപ്പ് ഓർക്കാൻ പറ്റുമോ? ആ വേപ്പ്